പശ്ചിമേഷ്യയിൽ നിന്നുള്ള സമാധാന വാർത്തയാണ് ഈ നിമിഷം നമ്മെ തേടിയെത്തുന്നത്. ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ US-ഇറാൻ ശത്രുതയ്ക്ക് യുദ്ധത്തിന് അപ്രതീക്ഷിത ശുഭപര്യവസായം കുറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായ 14 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ലോക സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും വരഞ്ഞുമുറുക്കിയ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധികൾക്ക് അറുതി വരുത്താനും ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേൽ ശാശ്വതമായ പരിഹാരം കാണാനുമുള്ള 60 ദിവസത്തെ നിർണായക ചർച്ചകൾക്കാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പാരീസിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ വെച്ചാണ് ഈ ചരിത്ര കരാറിൽ ഒപ്പുവെച്ചതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ CNN റിപ്പോർട്ട് ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കരാറിൽ ഒപ്പുവെച്ചതോടെ ഇസ്ലാമാബാദ് ധാരണാപത്രം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഔദ്യോഗിക കരാർ ഉടനടി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഒമാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ശക്തമായ മധ്യസ്ഥതയിലാണ് മാസങ്ങളായി നീണ്ട രഹസ്യ ചർച്ചകൾക്കൊടുവിൽ ഇങ്ങനെയൊരു വൻ നീക്കം സാധ്യമായത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര നീക്കം ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടിയന്തരമായി തുറക്കുക, ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം നശിപ്പിക്കുക, ഘട്ടം ഘട്ടമായി ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക എന്നിവയാണ് ഈ താൽക്കാലിക കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇറാൻ നല്ല രീതിയിൽ സഹകരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് മേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുകയും അവരെ കൂടുതൽ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയും ഈ സുപ്രധാന നീക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇരു വിഭാഗവും ധാരണയിലെത്തിയെന്നും ഇറാന്റെ പരമാധികാരവും അധികാരവും പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തന്നെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാറിന്റെ ഭാഗമായി ലെബനൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സൈനിക നടപടികൾ ഉടനടി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തലും ഇതിന്റെ പരിധിയിൽ വരും. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധവും മറ്റ് നിയന്ത്രണങ്ങളും നീക്കം ചെയ്യാൻ US തുടക്കം കുറിക്കുമ്പോൾ പകരമായി ആദ്യത്തെ 60 ദിവസത്തേക്ക് കപ്പലുകൾക്ക് സൗജന്യവും സുരക്ഷിതവുമായ യാത്രാ സൗകര്യം ഇറാൻ ഒരുക്കും. കരാറിന്റെ ഏറ്റവും ആകർഷകമായ വശം ഇറാന് ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക പാക്കേജാണ്. മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ വിട്ടുകൊടുക്കാനും ഇറാന്റെ എണ്ണ കയറ്റുമതിക്കായുള്ള ട്രഷറി ഇളവുകൾ നൽകാനും ഒപ്പം ഇറാന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $300 ബില്യൺ ഭീമൻ സഹായ പദ്ധതിക്കും അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ കൈവശം വെക്കുകയില്ലെന്ന് ഇറാൻ വീണ്ടും കരാറിലൂടെ ആവർത്തിക്കുന്നുമുണ്ട്. ഇറാന്റെ യുറേനിയം ശേഖരത്തിന്റെ ഭാവി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് ധാരണ. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്താൻ സാധിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അശാന്തിക്ക് അത് എന്നേക്കുമായി വിരാമമിടും. എന്തായാലും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. പൂർണ്ണമായും അർത്ഥത്തിൽ ഒരു കരാറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും 60 ദിവസത്തേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കി തരുന്ന 14 ഇന കരാറിലേക്കാണ് അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചിരിക്കുന്നത്.